നമ്മുടെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ കളപ്പുരയ്ക്കൽ അച്ഛനെ കുറിച്ച് പറയാൻ വാക്കുകൾ തികയുമെന്ന് തോന്നുന്നില്ല. സ്ഥാപക ഡയറക്ടറായിരുന്ന അച്ഛൻ്റെ നിതാന്ത പരിശ്രമം, വികസനത്തെപ്പറ്റി കണ്ട സ്വപ്നങ്ങൾ, അതായിരുന്നു നൈപുണ്യയുടെ തേരോട്ടത്തിന് അടിത്തറയിട്ടത്. സ്നേഹപൂർവ്വം അങ്ങയുടെ വാക്കുകൾക്കായി നൈപുണ്യ കുടുംബം ഒന്നടങ്കം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ഹൈക്കോടതി ജഡ്ജ് ശ്രീമതി മേരി ജോസഫ്, അഭിമന്യ ചക്യാധിപിതാവേ, നമ്മുടെ വികാസ് ജനറൽ ബഹുമാനപ്പെട്ട പോട്ടക്കൽ അച്ഛ, ബഹുമാനപ്പെട്ട ജോസ് എടശ്ശേരി അച്ഛ, ഇപ്പോഴത്തെ നമ്മുടെ വെൽഫെയർ സർവീസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിമ്മി അച്ഛ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നൈപുണ്യയുടെ അഭ്യുതകാംക്ഷികളെ, പ്രിയപ്പെട്ട നൈപുണ്യ വെൽഫെയർ സർവീസിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണിത്. 25 വർഷങ്ങൾക്ക് മുമ്പ് 1999 ജന്മം കൊണ്ട ഒരു ചെറിയ പദ്ധതി ഇന്ന് വളർന്നു വലുതായി 1250 പരം സഹോദരിമാർ സേവനം ചെയ്യുന്ന 35 വിവിധ സ്ഥാപനങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വൻ പ്രസ്ഥാനമായിട്ട് നൈപുണ്യ വെൽഫെയർ സർവീസ് തീർന്നു എന്നതിലുള്ള അഭിമാനം ഈ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിന് മുഴുവനുമുണ്ട് എന്നെനിക്കറിയാം. നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ഇങ്ങനെയൊരു വലിയൊരു പ്രസ്ഥാനമായി ഇത് വളർന്നു വന്നതിലുള്ള പ്രത്യേകമായ നല്ല ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയംഗമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ നിമിഷം ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് പിതാവ് പറഞ്ഞതുപോലെ ഇതിങ്ങനെയൊരു വലിയൊരു സംവിധാനമായി വളരും എന്ന് ഞാൻ സ്വപ്നത്തിമേ ഓർത്തിരുന്നില്ല എന്ന് സത്യം. 98 നൈപുണ്യ സംവിധാനങ്ങൾ ഇവിടെ ഈ പൊങ്ങത്ത് നമ്മൾ തുടക്കം കുറിച്ചത്. വളരെ ചെറിയ ഒരു പ്രസ്ഥാനമായിട്ട് ഏകവർഷ കോഴ്സുകളുമായിട്ടാണ് നൈപുണ്യയ്ക്ക് നമ്മൾ തുടക്കം കുറിച്ചത്. ഹോസ്പിറ്റാലിറ്റി സർവീസിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അഭിനയ പിതാക്കന്മാരുടെ അനുവാദത്തോടെ ഇവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സും അതിനോടുള്ള അനുബന്ധപ്പെട്ട കോഴ്സുകളും ഞങ്ങൾ തുടങ്ങിയത്. ആ കൂട്ടത്തിൽ ഞങ്ങൾ തുടങ്ങിയ ഒരു ഏകവർഷ കോഴ്സായിരുന്നു ഹൗസ് കീപ്പിംഗ്. ഒരു വർഷം പിച്ച വെച്ച് കഴിഞ്ഞപ്പോഴാണ് 1999 നൈപുണ്യ ഇൻ്റർനാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരി തുടങ്ങിയപ്പോൾ അതിന് തുടക്കം കുറിച്ച അന്നത്തെ MD ശ്രീ VJ കുര്യൻ, അദ്ദേഹം താൻ ചെയ്യുന്നതെല്ലാം സുന്ദരമായിരിക്കണമെന്ന നിർബന്ധമുള്ള മനുഷ്യനാണ്. ഹൗസ് കീപ്പിങ്ങിൻ്റെ അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പ്രാധാന്യം അദ്ദേഹം കൃത്യമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യണമെന്നുള്ള താല്പര്യത്തോടെ അഭിനന്ദ ചക്യത്തി പിതാവിലൂടെ അവിടുത്തെ ക്ലീനിങ് നമ്മളോട് ടേക്കപ്പ് ചെയ്യണമെന്ന് എടുക്കണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു. ഞാനും അന്ന് എന്നോടൊപ്പമുണ്ടായിരുന്ന അജിത് കുമാറും സാർ ഇവിടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് MDയെ കണ്ടു. അദ്ദേഹം തൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവെച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പരിപാടി നമ്മളുടെ ചിന്തയിലില്ല. ഹോട്ടൽ മാനേജ്മെൻറ്റിന് കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഇങ്ങനെയുള്ള പുറത്തുള്ള ഹൗസ് കീപ്പിംഗ് ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ
ഉണ്ടെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വളരെ ശക്തമായിട്ട് ഞങ്ങളെ നിർബന്ധിച്ചപ്പോൾ അതെടുക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു. അന്ന് സത്യം പറഞ്ഞാൽ അജിത് കുമാർ സാർ നൽകിയ ആ വലിയ പിൻബലത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ആ ഒരു സംവിധാനത്തിൽ ഇങ്ങനെ അവിടുത്തെ ക്ലീനിങ് അതിനെ ടെൻഡർ വയ്ക്കുവാനും അത് സ്വീകരിക്കുവാനും തയ്യാറായത്. തീർച്ചയായും ഈ അവസരത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അജിത് കുമാർ സാറിനോട് പ്രത്യേകമായ അഭിനന്ദനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സഹായവും സഹകരണവും എനിക്കൊരിക്കലും മറക്കാനാവില്ല. അദ്ദേഹം ഇവിടെയുണ്ട്. അജിത് സാർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അദ്ദേഹത്തിന് നമുക്കൊരു നല്ലൊരു കൈയ്യടി കൊടുത്ത് അദ്ദേഹത്തെ നമുക്ക് ഞങ്ങളുടെ കുട്ടികളുടെ പരിശീലന കേന്ദ്രമായിട്ട് തന്നെയാണ് അതിനെ ആദ്യം തുടക്കത്തിൽ കണ്ടത്. ആ രീതിയിലാണ് അവിടെ ശിക്ഷണം ആരംഭിച്ചതും. പക്ഷെ പിന്നീട് ഒരു മാസം കഴിഞ്ഞില്ല, ഞങ്ങൾക്കറിഞ്ഞു അത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ അടുത്ത പോംവഴി ആലോചിച്ചത്. തീർച്ചയായും നൈപുണ്യം തുടങ്ങിയപ്പോൾ തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത അത് കൃത്യമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്ക് എന്നോടൊപ്പം എൻ്റെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു നല്ല അവസരമായി കണ്ടുകൊണ്ട് അടുത്തുള്ള ഇടവകയിൽ നിന്നുമെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഏതാണ്ട് 30ഓളം സ്ത്രീകളെ, സഹോദരികളെ, നല്ല മനസ്സുള്ള, ജോലി ചെയ്യുവാൻ സന്മനസ്സുള്ള 30 വയസ്സിന് മേലെയുള്ള സ്ത്രീകളെ ഞങ്ങൾ കണ്ടെത്തി. അവർക്ക് അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു 2 ആഴ്ചത്തെ നല്ല പരിശീലനം, ശിക്ഷണം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം, ഹൗസ് കീപ്പിംഗ് പ്രോഗ്രാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആരംഭിച്ചത്. പ്രിയമുള്ളവരെ, അന്ന് ഞങ്ങളുടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഉണ്ട്. സുധാമണിയും അതുപോലെ തന്നെ അവരോടൊപ്പം പ്രവർത്തിച്ചവരും ഒക്കെ ഇവിടെയുണ്ട്, ഞാൻ കാണുന്നു. ആ ഒരു ടീം വർക്കായിട്ട് വളരെ തീഷ്ണതയോടുകൂടി, ഞങ്ങളെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ചെയ്യാൻ കിട്ടിയതിൻ്റെ അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടി തന്നെ അവർ ഒത്തിരി ആത്മാർത്ഥതയോടെ, സന്തോഷത്തോടെ ആ സേവനം അവിടെ നിർവഹിച്ചപ്പോൾ അവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എല്ലാ ഒഫീഷ്യൽസിനും വളരെ സന്തോഷമായെന്ന് മാത്രമല്ല, അവരുടെ എല്ലാവിധ പ്രോത്സാഹനവും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചത്. പടിപടിയായിട്ട് അത് വളർന്നു. അവിടുത്തെ ഈ സംവിധാനങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഓർക്കുന്നു, ലേക്ക് ഷോറിൻ്റെ തുടക്കക്കാരനായ പീറ്റർ ജോൺ ഡോക്ടർ ഇവിടെ വന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്, ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്കും ചെയ്തു തരണം അച്ഛൻ. ഞാൻ പറഞ്ഞു, അസാധ്യമാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടെ വരുവാനായിട്ട് ആവതില്ല. അദ്ദേഹം പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇതുപോലത്തെ സേവനം കിട്ടണം, പുറം രാജ്യങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി പോകുന്നുണ്ട്, ഇത്ര സുന്ദരമായിട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കാത്തു സൂക്ഷിക്കാമെങ്കിൽ അതുപോലെ എൻ്റെ ലേക്ക് ഷോർ ആശുപത്രിയെയും നിങ്ങൾക്ക് ചെയ്യും, അവിടെയും സേവനം ചെയ്യാൻ കഴിയും. അദ്ദേഹം ഞങ്ങളെ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ അടുത്ത പ്രോജക്റ്റ് എടുക്കുകയായിരുന്നു. അങ്ങനെ പടിപടിയായിട്ട് മെഡിക്കൽ ട്രസ്റ്റും ലിസി ഹോസ്പിറ്റലും അതുപോലെ സ്പൈസസ് ബോർഡും ഫിസാറ്റ് കോളേജും ഒക്കെ അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങളെ തിരക്കി ഇവിടെ വന്ന് ഇവിടെ നിന്നും സേവനം ചോദിച്ചു വാങ്ങിച്ചവരാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇന്ന് വളർന്ന് 34 സ്ഥാപനങ്ങളിൽ നമ്മളുടെ ഈ സർവീസസ് കടന്നു ചെല്ലുവാനായിട്ട് അവസരമുണ്ടായെങ്കിൽ തീർച്ചയായും ഇതിനിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്മാർത്ഥതയും കൂട്ടായ്മയും ടീം വർക്കുമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. തുടക്കം മുതലേ ആത്മാർത്ഥതയോടെയുള്ള അവരുടെ സേവനത്തെ ക്വാളിറ്റി സർവീസ് കൊടുക്കണം എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. നല്ല രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ ആഴ്ചയിലും, ചിലപ്പോഴെല്ലാം ഞാൻ തന്നെ പോയി അവിടെ പൊടിയൊക്കെ തുടയ്ക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടും അവരെ മോണിറ്റർ ചെയ്തുകൊണ്ട് ശക്തിയോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഈ ഒരു സംവിധാനത്തിന് മറ്റെവിടത്തെയും ഇല്ലാത്ത രീതിയിലുള്ള, മറ്റാർക്കും ലഭിക്കാത്തുള്ള അംഗീകാരവും പ്രോത്സാഹനവും ലഭിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ
നൈപുണ്യ വെൽഫെയർ സർവീസ് ഇത്ര ശക്തിയോടുകൂടി ഇവിടെ വളർന്ന് പന്തലിച്ച് 2-3 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് ഇത് ഇന്നും പ്രവർത്തിച്ചു പോരുക. പ്രിയമുള്ളവരെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അന്നും ഇന്നും ഞാൻ അവരോട് പറയാറുണ്ട്, എത്തും ഈ സേവനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ശൈലിയാണ് നമ്മളുടെ സ്ഥാപനത്തിനെല്ലാം ഉള്ളത്. നൈപുണ്യയിൽ എല്ലാ സ്ഥാപനത്തിനും അതുതന്നെയാണ്. ലാഭേച്ഛയേക്കാൾ കൂടുതലായിട്ട് തീർച്ചയായിട്ടും ഇത് പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം. പക്ഷേ അതിനപ്പുറത്ത് അവരുടെ വ്യക്തിത്വ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഒരിക്കലും അവർ ജോലിക്കാരി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ സംവിധാനത്തിൻ്റെ ഒരു അംഗമെന്ന രീതിയിൽ അവരെ കാണുവാനും അവരോട് കാര്യങ്ങൾ ആരായുവാനും അവരുടെ സജഷൻ സ്വീകരിക്കുവാനും അങ്ങനെ ഓരോ സംവിധാനങ്ങളിലും ഓരോ സെൻറ്ററുകളിലും അതിനർഹിക്കുന്ന രീതിയിൽ പ്രാധാന്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നൈപുണ്യക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം മറ്റു ഏജൻസിയിൽ നിന്നും വ്യതിരക്തമായി നിൽക്കുക. നിങ്ങൾക്കറിയാം, ഈ വെൽഫെയർ സർവീസിന് പ്രത്യേകിച്ച് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലൊക്കെ സാധാരണ മറ്റ് ഏജൻസികളൊക്കെ 100 പേര് പ്രവർത്തിക്കുമെങ്കിൽ അതിൽ 50 പേർക്ക് കൂടുതൽ അതിന് ESIയും PF ഒന്നും നൽകില്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. എല്ലാവർക്കും അവരർഹിക്കുന്നത് കൊടുക്കുവാനായിട്ട് എന്നും നമ്മൾ താല്പര്യം കാണിക്കുകയും അവരെ കൃത്യമായിട്ട് അവർക്ക് കേട്ടുന്ന വേതനങ്ങളും മറ്റു ഏതെങ്കിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് എപ്പോഴും നൈപുണ്യ ശ്രദ്ധിച്ചിരുന്നു. ഇന്നും ആ ഒരു സംസ്കാരം, ആ ഒരു കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് പോരുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതിൽ സേവനം ചെയ്യുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുവെങ്കിൽ ഇനിയും ഇത് വളർന്ന് പന്തലിച്ച് ഇനിയും നമ്മളെപ്പോലെ നമ്മളെ വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് അത്താണിയായി തീരുവാൻ പോരുന്ന രീതിയിൽ കൂടുതൽ പേർക്ക് സേവനം ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറേ കൂടി ഉഷാറായിട്ട് ഉന്മാരായിട്ട് പുതിയ പുതിയ വേദികൾ പ്രവർത്തനങ്ങൾ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ ജിമ്മേച്ചോട് പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ കൊണ്ട് നിർത്തരുത്. ഇനിയും ഇതുപോലത്തെ സേവന രംഗങ്ങൾ സർവീസ് സെക്ടേഴ്സ് ഒത്തിരിയുണ്ട്. അവിടത്തേക്ക് കൂടെ കടന്നു വരുവാനായിട്ടുള്ള ശക്തിയും അതിനുള്ള പാരമ്പര്യവും തൻ്റെ ഇടവുമൊക്കെ നൈപുണ്യ സ്ഥാപനത്തിനായി കഴിഞ്ഞു. ആ തരത്തിൽ കൂടെ ഇത് വളർന്നുകൊണ്ട് കൂടുതൽ പേർക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാക്കുവാനായിട്ട് നമുക്കാവട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇവിടെ ഈ ജൂബിലി ഇത്രയും ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് മുൻകൈ എടുത്ത ജിമ്മി അച്ഛനെയും അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ടീമിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ സേവനം ചെയ്യുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകമായിട്ട് ഇതിൻ്റെ ആ യശസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തരോടും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ കൺകുളിർക്കെ കാണാവുന്ന രീതിയിൽ ഈ സ്ഥാപനത്തെ ഇതിൻ്റെ സംവിധാനങ്ങളെ വളർത്തി വലുതാക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടി ഞാൻ ഇതിന് നമ്മുടെ വെൽഫെയർ സർവീസിന് എല്ലാവിധ ഭാവുകങ്ങളും മംഗളങ്ങളും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.